നല്ല നടനായ വിനായകൻ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തനാകുമ്പോൾ തന്നെ പെരുമാറ്റ ദൂഷ്യത്തിലൂടെയും വിവാദ പുരുഷനായി മാറുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പി കണ്ണന്താനത്തിൻ്റെ മാന്ത്രികം എന്നുള്ള സിനിമയുണ്ട്. അതിൽ കറുത്ത് മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്നു. ഡാൻസറാണ്. ഇതിലെന്താ, ഒരു ഫയർ ഡാൻസ് ചെയ്യുന്ന സീനുണ്ട്. അന്നാണ് ഈ വിനായകനെ കണ്ടത്, പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നീട് ശരിക്കും വിനായകനെ കുറിച്ച് അറിഞ്ഞത് കമ്മിട്ടിപ്പാടത്തിലാണ്. അതായത് മത്സരം നടക്കുന്നു, ആർക്ക് അവാർഡ് ലഭിക്കും, പലരെയും തോൽപ്പിച്ചുകൊണ്ട് കമ്മട്ടിപ്പാടത്തിലെ നായകനായ വിനായകൻ കമ്മട്ടിപ്പാടത്തിലൂടെ കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആലോചിക്കണം. ആ സിനിമ കണ്ടവരൊക്കെ അത് അയാൾക്ക് അർഹതപ്പെട്ടവർ ആണെന്ന് പറഞ്ഞിരുന്നു. അന്നു മുതലാണ് വിനായകൻ കൂടുതൽ പ്രശസ്തനായതും ഒരു VIP പരിഗണന കിട്ടിത്തുടങ്ങിയതും. പിന്നീട് കുറേ സിനിമകൾ വന്നു. പക്ഷേ അവാർഡ് കിട്ടിയത് മുതൽ സംഭവിച്ചത് എന്താണെന്നോ, അവാർഡ് പോലെ തന്നെ വിവാദങ്ങളും, അതായത് ഒരു പോക്കറ്റിൽ അവാർഡുകൾ, മറു പോക്കറ്റിൽ വിവാദങ്ങൾ, ഈ രീതിയിലേക്കാണ് വിനായകൻ പോയിക്കൊണ്ടിരുന്നത്. ആലോചിക്കണം. പിന്നെ വിനായകൻ ഒരു പിന്തുണ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്തുണയുണ്ട് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. വെറും തോന്നലല്ല, അത് ശരിയാണ്. കലാകാരന്മാർക്കൊക്കെ ഒരു പിന്തുണ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൂടി കൊടുത്തു എന്നാണ് അവരുടെ ധാരണ. ആ ധാരണയും മാറ്റേണ്ടതാണ്. ഇപ്പം എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? പിന്നെ എപ്പോഴാണ് വിനായകൻ ഇങ്ങനെ ആകാശത്തോളം ഉയർന്നു ആലോചിക്കണം? എവിടെ? രജനികാന്തിനോടൊപ്പം അഭിനയിച്ചില്ലേ ജയിലർ എന്ന സിനിമ? അന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമോ അതുക്കും മീതെ, അതായത് രജനികാന്തിനും മീതെ അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് വർണ്ണൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം എത്രയോ ദൂരത്തെത്തിയിരിക്കുന്നു. ആലോചിക്കണം. രജനി പോലും ഇയാൾ നമസ്കരിച്ചു. അത്രമാത്രം നടൻ എന്നതിൽ പേരെടുത്ത വിനായകൻ പല സ്ഥലങ്ങളിലും പല സ്വഭാവങ്ങളിലും വിവാദങ്ങൾ ഉണ്ടാക്കി. അടിപിടി കേസുകൾ, തെറി പറച്ചിലുകൾ, നഗ്നതാ പ്രദർശനം, എയർപോർട്ടിൽ വെച്ചുള്ള വിവാദം, വീട്ടിൽ വിവാദങ്ങൾ, ഇങ്ങനെ വേണ്ട എപ്പോഴും വിവാദങ്ങളാണ്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു വിഭാഗം, ഞങ്ങളടക്കമുള്ളവർ കൂട്ടിക്കോ, ഒരു നല്ല നടനായതുകൊണ്ട് പലതും ക്ഷമിക്കുമായിരുന്നു. ആലോചിക്കണം. എതിരഭിപ്രായം പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ഉഗ്രമായ രീതിയിലാണ് തെറി പറയാമെന്ന് ആലോചിക്കണം. ഇതൊക്കെ ലൈസൻസ് എന്തിനാണ്? നമ്മൾ ആരുമല്ലാത്തപ്പോൾ നമുക്ക് കുടിക്കാം, ബഹളം വയ്ക്കാം, നഗ്നത പ്രസവിക്കാം, അതൊന്നും വലിയ വാർത്തയാവില്ല. വിനായകനിപ്പോൾ ഒരു VIP ആണെന്ന് ആലോചിക്കണം. വിനായകൻ എന്തു ചെയ്യുന്നു, എന്തു പറയുന്നു, അത് കേൾക്കാനും കാണാനും ധാരാളം പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതമൊക്കെ മറ്റുള്ള ശ്രദ്ധിക്കുന്നു തോന്നലുണ്ടാകുമ്പോൾ കുറേയും കൂടി ഉത്തരവാദിത്വം വേണ്ടതല്ലേ? അതെന്തേ മറന്നു പോകുന്നു? അപ്പോൾ വിനായകനുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് വിനായകൻ നോർമൽ സ്റ്റേജിലല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. നോർമൽ സ്റ്റേജിലല്ല എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപിച്ചിട്ടാണോ? മറ്റു ലഹരി കഴിച്ചിട്ടാണോ? അത് അബ്സേർഡ് മൈൻഡ് ആയിട്ടുള്ളപ്പോഴാണോ? എന്താണ് കാരണം? പല രീതിയിലുണ്ടല്ലോ. സാധാരണ കള്ള്, ചാരായം ഒന്നും കുടിച്ചാലൊന്നും ഇതുമാതിരി വരാൻ സാധ്യത കുറവാണ്. കാരണം അതൊക്കെ മുമ്പേ കഴിച്ചിട്ടുള്ള പലരും. അങ്ങനെയല്ല, എന്തോ ലഹരിയാണ് ഇത്തരത്തിൽ വിനായകനെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോവയിൽ നടന്നതാണ് ഇതിനേക്കാൾ വിവാദമായി എന്ന് ആലോചിക്കണം. അതിനു മുമ്പ് എയർപോർട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ നടന്ന ഫ്ലൈറ്റിൽ വെച്ച് അവിടെ വെച്ചിട്ട് നഗ്നത പ്രദർശിപ്പിച്ചു. അത് ചാനലുകളിലും യൂട്യൂബിലെല്ലാം വിവാദമായി. എന്താ ചെയ്യുക? അവസാനം സോറി പറഞ്ഞു. ഈ തെറ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്യുന്നൊരു സ്വഭാവം വിനായകനുണ്ടെന്ന് ആലോചിക്കണം.
എന്തിനാ വിനായക നിങ്ങൾ ഇത്രയും വലിയ നിലയിലെത്തിയപ്പോൾ ഈ കുപ്രസിദ്ധമായ വാർത്തകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന എന്തിനാണ്? നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും മൂക്കത്ത് വിരൽ ചൂണ്ടും വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ധാരാളം സിനിമകൾ നിങ്ങൾക്കില്ലേ? ഇപ്പൊ തന്നെ മമ്മൂട്ടി പുതിയൊരു സിനിമ ചെയ്തു കഴിഞ്ഞില്ലേ? മമ്മൂട്ടി ഏറ്റവും ക്രൂരൻ വില്ലനായ ഒരു സിനിമയിൽ നല്ല പോലീസ് ഓഫീസറുടെ വേഷമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആലോചിക്കണം. അപ്പം മമ്മൂട്ടിയോടൊപ്പം നല്ല വേഷത്തിൽ വരുന്നു. ഇങ്ങനെ നിറയെ സിനിമകൾ വേണ്ടേ? നിങ്ങൾ പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയാൽ എത്ര പ്രഗത്ഭ നടനായാലും ശരി, നിങ്ങളെ വിളിക്കാൻ മടി കാണിക്കുന്ന ആലോചിക്കണം. ഇപ്പോൾ അഭിനയിക്കുക, 4 കാശുണ്ടാക്കുക, നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുക. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് അതാണത്. നിങ്ങൾ കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കഴിച്ച് മുറിയിൽ കിടന്നോളൂ. എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്പറേറ്റുകൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആരും എതിരല്ല എന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ആരും ശത്രുക്കളില്ല എന്ന് ആലോചിക്കണം. സത്യത്തിൽ നിങ്ങളുടെ ശത്രു ആരാ? അവരാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ആരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന സിനിമയെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ റോള് വേറെ ആൾ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അർഹതപ്പെട്ട അവാർഡുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഈ കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് തന്നെ കേന്ദ്രത്തിൽ വരെ നിങ്ങളുടെ പേര് വന്നല്ലേ? അത് പിന്നെ മറ്റു കഥാപാത്രങ്ങൾ കൂടി മറ്റു സിനിമകൾ ഉള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അവിടെയും വരെ എത്തിയില്ലേ നിങ്ങൾക്ക്? ഇനിയും കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നിരവധി ശക്തമായ സിനിമകൾ, ശക്തമായ കഥാപാത്രങ്ങൾ, വലിയ സംവിധായകർ, വലിയ നടന്മാർ, വലിയ ഈ എല്ലാം കൂടി ഒരുമിച്ച് ഉള്ളൊരു സൗഭാഗ്യം എന്ന് പറയുന്നുള്ളൂ. ആ സൗഭാഗ്യത്തിനൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നിങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഇതെല്ലാം ഒരു ദിവസം ഇല്ലാതായാലും ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? എത്ര കാലം നമുക്ക് സഹിക്കാൻ പറ്റും? നിങ്ങൾക്ക് വേറെ ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണെന്ന് ആലോചിക്കണം. അതല്ല, ഒരു അസുഖവുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരമാണെങ്കിൽ ഓർക്കാപ്പുറത്തായ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ആലോചിക്കണം. വീണാൽ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, അതും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സിനിമയാണെന്ന് ആലോചിക്കണം. സിനിമയിൽ ഇപ്പോൾ 40 വർഷത്തിലേറെയായി സജീവമായി ഇപ്പോൾ നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും വീഴുമെന്ന് തോന്നിയ ഘട്ടത്തിൽ പോലും വീഴാതെ പിടിച്ചു നിൽക്കുന്നത് അവർ അഭിനയശൈലി, പെരുമാറ്റം എല്ലാം കൊണ്ടുമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അല്ലെങ്കിലോ ഇത്തിരി ഭ്രാന്ത് പിടിച്ചവനെ, തല തിരിഞ്ഞവനെ, ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ സിനിമയിൽ നിന്നും ജീവിതത്തിൽ നിന്ന് പോലും ആരുമല്ലാതാവും. അതുകൊണ്ട് തന്നെ ഓർക്കുക, നിങ്ങളെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് ഓർത്തുകൊണ്ട് തിരുത്താനുള്ള തെറ്റുകളാണെങ്കിൽ തിരുത്തുക. അതല്ല, നശിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ആയിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് നല്ല സിനിമ വേണം, നല്ല കഥാപാത്രം വേണം, ഇത്രയേ ആവശ്യമുള്ളൂ. അത് ആരഭിനയിച്ചാലും.